blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ഇതുവരെയുള്ള 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരോടും, എല്ലാ സ്പോൺസേഴ്സിനോടും, പലരെയും കണ്ടിട്ടില്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിൽ നിന്നുള്ള VM ഡാനിയലിനും സുശീല ഡാനിയലിനുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ ആൽബിൻ മാത്യു ഡാനിയലിൻ്റെ ബർത്ത്ഡേ നാളെ ആഘോഷിക്കുകയാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആൽബിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, തൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. ആത്മീയ വളർച്ചയ്ക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ കർത്താവെ, ഡാനിയൽ എന്നീ സഹോദരന് ജോലിയിൽ ഒത്തിരി അനുഗ്രഹങ്ങളെ കർത്താവെ അങ്ങ് കൊടുക്കണമേ. ശമ്പളത്തിൽ കർത്താവ് വർധനവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ സുശീലയ്ക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബാക്ക് പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവ്, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആൻഡ് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ആൽബിൻ ഇൻ അഡ്വാൻസ്. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ആലപ്പുഴയിൽ നിന്നുള്ള ജോസഫിനും ബെൻസിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫിന് കർത്താവ് ആരോഗ്യം നൽകണമേ. ഒരു ഭവനം തനിക്ക് ലഭിക്കുവാനും ജോലിയിൽ സകല അനുഗ്രഹങ്ങളാലും നിറയപ്പെടുവാനുമായി ഈ സമയത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ ബെൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. ആ ഐസൈറ്റ് കുറവുള്ളത് കർത്താവ് മാറ്റി നല്ല ഐസൈറ്റ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള എല്ലാ രോഗങ്ങളും ആ സഹോദരിയെ വിട്ട് മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. മകൻ ഗോഡ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പൈതലിന് കർത്താവ് നല്ല ആരോഗ്യം നൽകണമേ. തൻ്റെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളെയും കർത്താവ് മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ശരീരത്തിലുമുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. 2 സ്പോൺസേഴ്സിന് അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറിൽ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് ഷീബ എന്നാണ്. താൻ ഏകദേശം 40 കിലോമീറ്റർ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നത്. ആ രാജ്യത്തിൻ്റെ പേരെന്ന് പറഞ്ഞു? മേപ്പാടി എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് വന്നത്. പക്ഷേ ഇന്നിവിടെ നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. പക്ഷേ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് 2000 വർഷങ്ങൾ മുമ്പ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ തളരാത രോഗികളെയും കിടപ്പ് രോഗികളെയും സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ചു ആരോഗ്യത്തോടെ. അതിനോട് തെളിവായിട്ട് ആ ബ്രദറിൻ്റെ അടുക്കൽ ഈ സിസ്റ്റർ നിൽക്കുന്നത്. താൻ പറയുന്നത് ഇങ്ങനെയാണ്: 2012 ജൂൺ മാസം താൻ കിച്ചണിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ ചോറ് വേവിക്കുന്ന കലമെടുത്ത് ഉയർത്തി. പെട്ടെന്ന് അതിൻ്റെ സ്ഥാനം തെറ്റിയത് കൊണ്ട് തൻ്റെ ഡിസ്കിൻ്റെ ഈ നടുഭാഗത്ത് ഡിസ്ക് തെന്നിപ്പോയി. വെയിറ്റ് എടുത്തപ്പോൾ നേരെ ഡോക്ടറുടെ അടുക്കൽ പോയി. വല്ലാത്ത വേദനയൊക്കെ ആയപ്പോൾ ഡോക്ടറുടെ അടുക്കൽ പോയി. ഡോക്ടർ പറഞ്ഞു, ഇത് ഡിസ്ക് തെറ്റിയിരിക്കുകയാണ്, നീണ്ട കാല അളവിലുള്ള റെസ്റ്റ് വേണം. എന്നിട്ട് ബെൽറ്റ് എല്ലാം കൊടുത്തിരുന്നു.
ഇത് 2012 ജൂൺ മാസത്തിലാണ് സംഭവിക്കുന്നത്. അതിനുശേഷം വേദനയ്ക്കൊന്നും കുറവില്ലാതെ വന്നപ്പോൾ ആയുർവേദ ഡോക്ടറെ കണ്ടു. കുഴമ്പ് പുരട്ടുമായിരുന്നു, ചൂട് പിടിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു ഈ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ താൻ ബെഡിൽ തന്നെ കിടപ്പിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആരെ ജോലി ചെയ്യുന്നു ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു, ഭർത്താവൊക്കെ സഹായിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ വീട്ടിൽ പോകുന്ന സമയത്ത് ഭർത്താവും മകൻ അവിടെ സ്റ്റേജിലുണ്ട്. എവിടെ മകൻ? വാ മോനെ. അമ്മ വീട്ടിൽ പോകുമ്പോൾ ഭർത്താവും ഈ മകനും കൂടിയാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തത്. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ, ഒരു കപ്പ് വെള്ളം കോരി പോലും തനിക്ക് കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു കപ്പ് വെള്ളം കോരി പോലും തനിക്ക് കുളിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കധികം പ്രശ്നമായിരുന്നു ശരീരം മുഴുവൻ. ശരീരം ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത അതികഠിനമായ വേദനയായിരുന്നു ഈ ഭാഗത്ത്, നടുവിൻ്റെ ഭാഗത്ത്. അമ്മയുള്ള സമയത്ത് അമ്മയാണ് തന്നെ കുളിപ്പിച്ചു കൊണ്ടിരുന്നത്. അമ്മ പോയി കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത്രത്തോളം പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ 3 മാസത്തോളം ഈ അതികഠിനമായ വേദന താൻ സഹിച്ചു, ബെഡിൽ കിടന്നു. പക്ഷേ സെപ്റ്റംബർ ആയപ്പോൾ കിടന്ന കിടപ്പിൽ തന്നെയാണ് ബ്ലെസ്സിംഗ് ടുഡേ എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അപകടം പറ്റി 3-ാമത്തെ മാസം, അതായത് സെപ്റ്റംബർ മാസമായപ്പോൾ താൻ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, രാമൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞതാ, നടുവിന് അപകടം പറ്റിയിട്ട് ഡിസ്ക് തെറ്റിയിട്ട് വല്ലാതെ വേദന അനുഭവിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് നട്ടലിൻ്റെ ഡിസ്കുകൾ സൗഖ്യമാകുന്ന ഞാൻ കാണുന്നു. അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ വിശ്വസിച്ചത് സ്വീകരിക്കുക. ആ സമയത്ത് ഈ സിസ്റ്റർ ചെയ്തത് തൻ്റെ നടുവിൻ്റെ ഭാഗത്തേക്ക് കൈയെടുത്തു വെച്ച് ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ഇത് കിടന്നുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? ഇങ്ങനെ കിടന്നുകൊണ്ട് കൈയെടുത്ത് വെച്ചു. ഓക്കെ. എന്നിട്ട് ആ സമയത്ത് താൻ അറിയാതെ തൻ്റെ ശരീരമെല്ലാം ഒരു കുളിര് വരുന്നത് പോലെ തോന്നി. ശരീരം ഒന്ന് ഷിവർ ചെയ്യാൻ തുടങ്ങി. ആ നിമിഷം തന്നെ തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വേദനകൾ മുഴുവൻ യേശു കർത്താവ് എടുത്തു മാറ്റി. ആ വാക്കുകൾ കേട്ട മാത്രയിൽ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പറയുന്ന യേശുവിൻ്റെ വാക്ക് കേട്ട മാത്രയിൽ സൗഖ്യമായി. ഓമന് ശബ്ദം വന്നു എന്ന് പറഞ്ഞതുപോലെ ഡാമിയൻ ബ്രദർ പരിശുദ്ധാത്മാവിൽ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ തൻ കൈകൾ എടുത്തു വെച്ച മാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ നിമിഷം ഇറങ്ങി. ദീർഘനാൾ കിടപ്പിലാകേണ്ട കിടപ്പ് രോഗിയായിരിക്കുന്ന വ്യക്തി ഇന്നിവിടെ 40 മൈൽ ദൂരം സഞ്ചരിച്ച് വന്ന യേശുവിൻ്റെ സാക്ഷിയായി പൂർണ്ണ സൗഖ്യമാക്കി ഇവിടെ നിർത്തിയിരിക്കുക. സൗഖ്യം നടന്ന സമയത്ത് ഒരു തണുപ്പ് വന്നെന്ന് പറഞ്ഞു. ആ അനുഭവം എന്ന് പറഞ്ഞേ. എനിക്ക് ബ്ലെസ്സിംഗ് ടുഡേ ഞാൻ കാണുന്ന ആളൊന്നും അല്ലായിരുന്നു. കാണാറില്ലായിരുന്നു. ഓക്കെ. പിന്നെ എങ്ങനെ ഇത് കാണാൻ വന്ന് കിടക്കുന്ന അതിനു മുമ്പ് എൻ്റെ വീടിനടുത്തുള്ള ഒരു സഹോദരി പറയുന്നത് ഇങ്ങനെ ഒരു ബ്ലെസ്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. രാവിലെ എനിക്കിങ്ങനെ പരിപാടി കാണാനുള്ള നേരം, ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണമൊക്കെ 7:30 പോകണം. ഓക്കെ. അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കിത് കാണാനുള്ള സന്ദർഭമൊന്നും ഉണ്ട്. ഈ രോഗം വന്നപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാണാൻ തുടങ്ങി. അതാണ് സംഭവം. ഇത് ഞാൻ സുഖമില്ലാതായതിനു ശേഷമാണ് ഈ പരിപാടി കാണുന്നത്. അതിനുശേഷം കാണാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ പിന്നെ കിടക്കുമ്പോൾ വേറെ ജോലിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് കാണും. അങ്ങനെ 2-3 ദിവസം കിടന്ന സമയത്ത് ഞാനിങ്ങനെ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും ദൈവമേ എനിക്ക് മാത്രം എന്തൊരു സൗഖ്യം തരാത്ത, എനിക്ക് എൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ളൊരു അനുഗ്രഹം കിട്ടണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുള്ളൂ. എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പം മാനസികമായിട്ട് തന്നെ ഞാൻ ആകെ തകർന്നു പോയി. ആ അവസ്ഥയിൽ ബ്രദറുടെ പ്രാർത്ഥന കേട്ട ആ സമയം എൻ്റെ ശരീരം ഷിവർ ചെയ്യുന്ന പോലെ തോന്നി, വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ എന്തോ ഒരു അനുഭവം എനിക്ക് വന്നു. പിന്നെ ഞാൻ ക്രമേണ ഇപ്പം ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. എല്ലാ ജോലിയും തൊഴിലുറപ്പ് അങ്ങനെയുള്ള പണിക്കൊക്കെ ഞാനിപ്പോൾ പോകുന്നുണ്ട്. ഒരു കുഴപ്പവും. ഈ അമ്മയ്ക്ക് ഇങ്ങനെ കിടപ്പിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശരിയാണോ? അതെ, ശരിയാണ്. എത്ര നാൾ അങ്ങനെ കിടന്നെന്ന് അറിയാമോ? 3 മാസത്തോളം കിടന്നിട്ടുണ്ടായി. 3 മാസത്തോളം അമ്മ കിടപ്പിലായിരുന്നു. ഈ അമ്മ വല്ല കള്ളം പറയുവാണോ? അല്ല, സത്യമാണോ? സത്യ. എന്നിട്ട് ഈ സൗഖ്യം കിട്ടി എന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പൊ ജോലിയെല്ലാം ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. മോനാ പറയുന്നത്, മിക്കവാറും വിശ്വസിക്കാം. ഇപ്പൊ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി ഒരിക്കൽ കൂടി കൈകൾ അടിച്ച യേശുവിന് നന്ദി. അലോപ്പതി മരുന്നെല്ലാം കുറേ കഴിച്ചു. അലോപ്പതി മരുന്ന് ഒത്തിരി കഴിച്ചു. പിന്നെ ബെൽറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞു, അത് കുറേ യൂസ് ചെയ്തു. പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഇത് ആയുർവേദത്തിലെ മാറുള്ളൂ, നിങ്ങൾ കണ്ണൂർ തളിപ്പറമ്പുള്ള ഒരു വൈദ്യനുണ്ട്, അവിടെ പോയാൽ ഡിസ്ക് പിടിച്ചിടുന്ന ആളാണ്, നിങ്ങൾ അവിടെ പോകാൻ പറഞ്ഞു. അവിടെ പോയി 2-3 മാസം അവിടുന്ന് മരുന്ന് കഴിച്ചു. അവിടെ പോയി 2-3 മാസം മരുന്ന് കഴിച്ചു. ഇംഗ്ലീഷ് കഴിഞ്ഞു, മലയാളം കഴിഞ്ഞു, ഇതെല്ലാം ചെയ്ത ശേഷമാണ് കർത്താവ് ഈ സൗഖ്യം തന്നത്. എന്നിട്ട് പിന്നെ അവിടുന്ന് മരുന്ന് കഴിച്ചതിന് ശേഷം കുറവൊന്നുമില്ല. അപ്പം എനിക്ക് കിടന്നിട്ട് ഇങ്ങനെ മലർന്ന് കിടന്നാണ് ഞാൻ കിടക്കുന്നത്. ഇപ്പം കാലിങ്ങനെ നീക്കി വെക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാല് പോലും നീക്കി വെക്കാൻ പറ്റില്ലായിരുന്നു. ഞരമ്പിങ്ങനെ വലിച്ചു കൂട്ടുന്ന പോലെയായിരുന്നു. അപ്പം അങ്ങനെയായി ആയുർവേദവും ഞാൻ ഉപേക്ഷിച്ച്. ഇനി എനിക്കൊരു എങ്ങനെയാ ഞാൻ ദൈവമേ എണീറ്റ് നടക്കുന്നത്, ഞാനിങ്ങനെ കിടപ്പിലായി പോകുമല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക്
പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ഈ ബ്രദറിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോയെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെങ്കിലും ചെയ്യാനുള്ള ഒരു അനുഗ്രഹം തരണമേന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇന്ന് എനിക്കൊരു കുഴപ്പവുമില്ലാതെ ഇവിടെ വന്നിരിക്കാനുള്ള അനുഗ്രഹം കിട്ടി. താങ്ക് യു ലോർഡ്. എല്ലാവരും കൈകളെ ഉയർത്തി ഈ സമയത്ത് ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു ഫാദർ. എല്ലാവരും വായി തുറന്ന് നന്ദി പറയാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. അങ്ങ് കൊടുത്ത ഈ സൗഖ്യത്തിനായി നന്ദി പറയുന്ന കർത്താവെ, ഇത് വേറെ ആരും കാണാതെ നീ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് കർത്താവെ രോഗക്കിടക്ക മാറ്റിവിരിക്കുന്നു എന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ വായിച്ചിട്ടുണ്ട്. നിന്റെ മകളുടെ ജീവിതത്തിൽ അത് അതുപോലെ തന്നെ ചെയ്തതിനാൽ നന്ദി പറയും. ഈ സാക്ഷ്യം കാണുന്നവരിൽ കിടപ്പിലായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ കയ്യിൽ പിടിച്ച് അവർ ഇപ്പോൾ എഴുന്നേൽക്കാൻ തുടങ്ങട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. രോഗം എന്താണെങ്കിലും നിങ്ങളിപ്പോൾ വിശ്വസിക്കുക. കർത്താവ് ഈ സഹോദരിയെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ, സൗഖ്യമാക്കാൻ ശക്തിയുള്ളവനാണ്. സഹോദരിയെ അനുഗ്രഹിക്കുന്നു, മോനെ അനുഗ്രഹിക്കുന്നു, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ആമേൻ. So many people start correcting their children when they are in the 20s or in the 30s. പല മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുത്താൻ നിൽക്കുന്നത് 20 വയസ്സിലും 30 വയസ്സിലൊക്കെയാണ്. No way. ഒരു രക്ഷയില്ല. You cannot correct them in those years. ആ വർഷങ്ങളിലൊന്നും അവരെ തിരുത്തുവാൻ കഴിയുകയില്ല. When they are small children, അവർ വളരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ that is the time you can discipline them, you can correct them and you can mentor them. ആ ഒരു കാലഘട്ടത്തിലാണ് അവരെ ശിക്ഷണത്തിലൂടെ കൊണ്ടുപോയി അവരെ തിരുത്തി നല്ല രീതിയിൽ വളർത്തുവാൻ കഴിയുന്നത്. Hallelujah. ഹല്ലേലൂയ. Fourth thing I want to tell you is this. നാലാമത് നിങ്ങളോട് പറയാനുള്ള എനിക്കുള്ള കാര്യം, Children are a heritage and a reward from God. കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രതിഫലവും പൈതൃകവുമാണ്. Hallelujah. ഹല്ലേലൂയ. Let us read Psalm 127. നമുക്ക് ഒരുമിച്ച് സങ്കീർത്തനങ്ങൾ 127 വായിക്കാം. Verses 3 and 4. അതിന്റെ 3ഉം 4ഉം വചനങ്ങൾ. The Bible says, children are a heritage from the Lord, മക്കൾ and offspring a reward from Him. മക്കൾ ദൈവത്തിന്റെ ദാനവും ഉദരഫലം അവിടുന്ന് നൽകുന്ന പ്രതിഫലവുമാണ്. Verse number 4, like arrows in the hands of a warrior are children born in one's youth. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് യൗവനത്തിലെ മക്കൾ. So the psalmist is using two words here in verse number 3, heritage and reward. ഇവിടെ സങ്കീർത്തനക്കാരൻ 3-ാമത്തെ വചനത്തിൽ 2 വാക്കുകളാണ് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത്. ഒന്ന് പൈതൃകം, Yes. 2 പ്രതിഫലം. The first word is heritage. ആദ്യത്തെ വാക്ക് അവകാശം. What is a heritage? എന്താണ് അവകാശം A എന്നുള്ളത്? heritage is an inheritance, a property or valuable object or some very good quality that is passed on from one generation to the next generation. ഈ അവകാശം അല്ലെങ്കിൽ പൈതൃകം എന്നുള്ളത് തലമുറകളായിട്ട് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് നൽകപ്പെടുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന വളരെ വിലപിടിപ്പുള്ള നന്മകൾ അല്ലെങ്കിൽ വസ്തുവകകളാകാം, എന്ത് തന്നെയാകാം, കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് പൈതൃകം. It could be land property, അത് ഒരു ഭൂമിയാകാം, valuable objects like diamonds or pearls, അത് jewelry, വില കൂടിയ രത്നക്കല്ലുകൾ, ആഭരണങ്ങൾ എല്ലാം ആകാം. or maybe a very good quality that we receive from our father or mother. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന വളരെ നല്ല ഒരു സ്വഭാവ ഗുണമാകാം. But remember this, പക്ഷെ our മനസ്സിലാക്കുക, children are a heritage from the Lord. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്നുള്ളൊരു അവകാശമാണ്. We receive our children as an inheritance. നമ്മൾ ഒരു നന്മയായി, അവകാശമായി കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നു. And remember one more thing, ഒരു കാര്യം കൂടി ഓർക്കുക, as we received a heritage from the Lord, our children are receiving our spiritual heritage. ദൈവത്തിൽ നിന്നും ആ പൈതൃകമായി കുഞ്ഞിനെ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മീക പൈതൃകം കൂടി നമ്മൾ കുഞ്ഞിലേക്ക് പകരുന്നു. Hallelujah. ഹല്ലേലൂയ. I appreciate all the children who are raised by godly parents. ദൈവികമായ മാതാപിതാക്കളാൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Because they receive a spiritual heritage
from the godly parents. കാരണം അവർക്ക് ദൈവഭക്തിയുള്ള മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു പൈതൃകം ലഭിച്ചിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Our children start from where we finish. നമ്മൾ നിർത്തിയെടുത്തു നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ തുടങ്ങുന്നത്. Hallelujah. ഹല്ലേലൂയ. We started from a big zero, we started from the scratches, or we started from the minus. ഒരു പക്ഷേ നമ്മൾ പൂജ്യത്തിൽ നിന്ന് അല്ല, അതിലും കുറഞ്ഞ നെഗറ്റീവിൽ മൈനസിൽ നിന്നായിരിക്കാം നമ്മൾ തുടങ്ങിയത്. But our children are not like that. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. We have received so many things from the Lord. We are blessed. നമ്മൾ കർത്താവിൽ ഒത്തിരി അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. They are born into the blessings. അവർ ആ അനുഗ്രഹത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. And they are living with the blessings. അവർ ആ അനുഗ്രഹത്തോടു കൂടെ ജീവിക്കുന്നു. So where we finish, that is where they start. നമ്മൾ നിർത്തുന്ന ആ ഫിനിഷ് ചെയ്യുന്ന ഭാഗത്ത് നിന്നാണ് അവർ ആരംഭിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. They are really blessed. അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Hallelujah. ഹല്ലേലൂയ. Now, the psalmist says our children are a reward from the Lord. മാത്രമല്ല സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലമാണ് നമ്മുടെ മക്കൾ. Our children are the ones who bring us reward. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് വേണ്ട പ്രതിഫലത്തെ കൊണ്ടുവരുന്നവർ. Hallelujah. ഹല്ലേലൂയ. To feed them, to educate them, to have a good settlement for them. They are day in and day out, they are sacrificially living for their children. അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുവാൻ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ, നല്ല രീതിയിൽ അവരെ വളർത്തുവാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങളെ ത്യജിച്ചുകൊണ്ട് ത്യാഗപൂർവമാണ് മാതാപിതാക്കൾ ജീവിക്കുന്നത്. But one day, പക്ഷെ ഒരു ദിവസം God will reward each and every parent. ദൈവം എല്ലാ മാതാപിതാക്കൾക്കും അതിനുള്ള പ്രതിഫലം നൽകും. Hallelujah. ഹല്ലേലൂയ. But there are some parents who have a question. Lord, I did everything for my children, but I'm getting only pain from them, sorrows from them. പക്ഷെ ചില മാതാപിതാക്കൾ അകത്ത് ചിന്തിക്കുന്നുണ്ടാകാം, കർത്താവേ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ സകലവും ചെയ്തു, പക്ഷെ എനിക്ക് വേദന മാത്രമാണല്ലോ തിരിച്ചു കിട്ടുന്നത്. They are not obedient to me. ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നില്ലല്ലോ. They were living away from God. അവർ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നല്ലോ. But one day, പക്ഷെ ഒരു ദിവസം I prophesy over you. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. I proclaim this over you. ഞാൻ നിങ്ങളെ നോക്കി പ്രഖ്യാപിക്കുന്നു. God has recorded everything you have done for your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത സകലവും കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്. God is thankful to you because you are taking care of his property. കർത്താവിന് നിങ്ങളോട് നന്ദിയുണ്ട്, കാരണം നിങ്ങൾ ദൈവത്തിന്റെ സ്വത്താണ്. ദൈവം നൽകിയതിനെയാണ് നിങ്ങൾ പരിരക്ഷിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Even if you are not seeing any results ഇപ്പോൾ now, നിങ്ങൾ ഒരു ഫലവും കണ്ടില്ലെങ്കിലും the day is coming, you are going to receive answers to all your prayers. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. You will start seeing results. നിങ്ങൾ ഫലങ്ങൾ കാണാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Because you are not giving life for your children, you are giving life for the creator of your children. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല ജീവിതം നൽകിയത്, നിങ്ങൾ അതിന്റെ സൃഷ്ടാവായ ദൈവത്തിന് വേണ്ടിയാണ് നൽകിയത്. Parents are, how many parents sitting here? ഇവിടെ എത്ര മാതാപിതാക്കളുണ്ട്? Parents are responsible for the salvation of their children. തങ്ങളുടെ കുട്ടികളുടെ രക്ഷയ്ക്ക് ഉത്തരവാദികളായിരിക്കുന്നവർ മാതാപിതാക്കളാണ്. I am speaking about the eternal salvation. ഞാൻ നിത്യരക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. This is very, very important. വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യം. Tell your neighbor you are responsible for the salvation of your children. അടുത്തിരിക്കുന്ന ആളോട് പറയാ, നിങ്ങളുടെ കുട്ടിയുടെ നിത്യരക്ഷയ്ക്ക് നിങ്ങൾ ഉത്തരവാദിയാണ്. Come on. നിങ്ങളുടെ കുട്ടികളുടെ നിത്യരക്ഷയ്ക്ക് നിങ്ങൾ ഉത്തരവാദിയാണ്. This may be very shocking to some of you, ചില ആൾക്കാർ ഇത് കേട്ട് പേടിക്കാം, but that is a fact. പക്ഷെ അതാണ് സത്യം. I will explain it. ഞാൻ വിശദീകരിക്കാം. When the children are small and minors, the responsibility of their salvation lies with the parents. കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കുന്ന സമയത്തും അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു പ്രായത്തിൽ മാതാപിതാക്കൾക്കാണ് അവരെ രക്ഷയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം. ഇനി നമുക്ക് ബ്ലെസ്സിങ് ടുഡേ പ്രാർത്ഥനാ ദിവസത്തെ ആ പ്രെയറിലേക്ക് പോകാം. ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് ബാഡ് ഹാബിറ്റ്സ്, ദുശീലങ്ങളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ്, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഒത്തിരി ഭവനങ്ങൾ മദ്യപാനം കൊണ്ട്, പുകവലിശീലം കൊണ്ട്, ഡ്രഗ് അഡിക്ഷൻ കൊണ്ട്, അതുപോലെ ഒത്തിരി അതുപോലുള്ള പല ദുശീലങ്ങൾ കൊണ്ട് തകരുന്ന കുടുംബങ്ങളുണ്ട്.
മാതാപിതാക്കൾ ഒത്തിരി കരയാറുണ്ട്. ചിലപ്പോൾ മാതാപിതാക്കളെ ഓർത്ത് കുഞ്ഞുങ്ങൾ കരയാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊരു വലിയ ഡെലിവറൻസിന് വേണ്ടി ലോകം എമ്പാട് നിന്നും തന്ന വിഷയങ്ങൾ ഒരു ബോക്സിനകത്താക്കി അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അന്ന് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ട്. അന്ന് അയച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Now we are going to pray for deliverance from bad habits. Where is that? This one? Stretch your hands. നമ്മൾ തുടർന്ന് ദുശീലങ്ങളിൽ നിന്നുള്ള വിടുതലിനായി സ്വാതന്ത്ര്യത്തിനായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. God is the best psychiatrist. God is the best doctor. He is the best deliverer. ഏറ്റവും നല്ല മനോരോഗ വിദഗ്ധൻ ദൈവമാണ്. ഏറ്റവും നല്ല വൈദ്യൻ ദൈവമാണ്. അവനാണ് ഏറ്റവും നല്ല വിടുതൽ നൽകുന്നവൻ. When we pray, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ alcoholics will be set free. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മദ്യപാനികൾ സ്വതന്ത്രരാകാൻ Drug addicts പോകുന്നു. will set free. മയക്കുമരുന്ന് അടിമയായിട്ടുള്ളവർ സ്വതന്ത്രരാകാൻ പോകുന്നു. People in various kinds of addictions will be set free. വിവിധ തരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമത്തത്തിൽ ഇരിക്കുന്നവർ ഇപ്പോൾ സ്വതന്ത്രരാകാൻ പോകുന്നു. Let us pray sincerely. ഇപ്പോൾ നമ്മൾ ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. Father, in the name of Jesus, we pray for everyone who is addicted to some bad habit. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ദുശീലങ്ങൾക്ക് അടിമകളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. Whether it is smoking or drinking, in the mighty name of Jesus, let them be set free in Jesus' name. കർത്താവേ, അത് പുകവലിയാണെങ്കിലും മദ്യപാനമാണെങ്കിലും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. Any kind of subject addiction, any kind of drug addiction, in the mighty name of Jesus, those substance addiction be broken. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഏത് തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണെങ്കിലും ഏത് മയക്കുമരുന്നുകളാണെങ്കിലും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ അടിമത്തത്തെ ഞങ്ങൾ തകർക്കുകയാണ്. Let them come to senses, Lord. കർത്താവേ, അവർ സുബോധത്തിലേക്ക് മടങ്ങി വരട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Let them even come out of their withdrawal symptoms, Father. കർത്താവേ, മാത്രമല്ല അവർ അതിൽ നിന്ന് പിൻവാങ്ങുന്നതിലുള്ള ആ പ്രശ്നങ്ങളിൽ നിന്ന് അവർ പുറംതിരിഞ്ഞു വരട്ടെ. Hallelujah. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനാ സമയത്ത് മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക, വലിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ ബാധിതമായ എല്ലാ ശരീരങ്ങളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായും സൗഖ്യമാകട്ടെ. നാവിൽ ബാധിച്ചിട്ടുള്ള മാരകരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ HIV പോസിറ്റീവായ എയ്ഡ്സ് രോഗമുള്ള ചില വ്യക്തികളെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അന്നനാളത്തിന് പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ഹാർട്ടിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലോവർ ബാക്കിൽ നട്ടലിൻ്റെ താഴെ വശത്തായി ചില കണ്ണികളിൽ തകരാറ് സംഭവിച്ചിട്ട് ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോൾ കുനിയുമ്പോഴൊക്കെ ഭയങ്കരമായ വേദനയും ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ വലിയ പ്രയാസത്തിലായിരിക്കുന്ന വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അപസ്മാരം സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, വിഷയം എന്താണെങ്കിലും കർത്താവ് കൈനീട്ടി തൊടുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ഫാദർ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് നാളെ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്ക്രീനിൽ കാണുന്ന ആ സ്ഥലം നോക്കി വന്ന് പങ്കെടുക്കണം, അനുഗ്രഹം പ്രാപിക്കണം. മാത്രമല്ല, കഴിഞ്ഞ അനേക എപ്പിസോഡുകൾ നിങ്ങൾ കണ്ട സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളത് അവിടെ വന്ന് തീർച്ചയായും ഞങ്ങളോട് പറയണം. കർത്താവ് അതിലൂടെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ 12 മണി വരെയുള്ള സമയത്ത് പല ജില്ലകളിലും പല സ്ഥലങ്ങളിൽ ലോകമെമ്പാടും അനേക സ്ഥലങ്ങളിൽ ബ്ലെസ്സിങ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെല്ലാം വന്ന്
ഒരു പ്രത്യേക കൂട്ടായ്മയിൽ നിന്ന് വചനത്തിലും ആത്മാവിലും അനുഗ്രഹങ്ങളിലും വളരുവാൻ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. പുതുതായി യേശുവിലേക്ക് വിശ്വാസത്തിൽ വരുന്നവർക്ക് വേണ്ടി അനന്ത സ്നേഹത്തിൻ്റെ കഥ എന്ന ഈ പുസ്തകം ഒരു ഗിഫ്റ്റായി അയച്ചു തരാൻ ആഗ്രഹിക്കും. നിങ്ങൾ മേൽവിലാസം അറിയിച്ചാൽ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ സെർമൺ നോട്ട് കീപ്പർ എന്ന ഈ പുസ്തകം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത പലരും കാണും. നിങ്ങൾ എല്ലാ ദിവസവും ഈ വചന സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അത് കൃത്യമായി എഴുതിയെടുത്ത് സൂക്ഷിക്കുവാനുള്ള ഒരു സ്പെഷ്യൽ ബുക്കാണിത്. അതിൽ ഇൻഡെക്സ് എഴുതി വിഷയ സൂചിക എല്ലാം തയ്യാറാക്കി കൃത്യമായി അതെടുത്ത് പിന്നീട് തുടർന്നത് വായിക്കാനും പഠിക്കാനും നിങ്ങളത് സഹായിക്കും. ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് കേട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഇതിനെക്കുറിച്ച് പറയുക. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. Follow Jesus to brighten your life. നിങ്ങളുടെ ജീവിതം ശോഭനമായി തീരാൻ യേശുവിനെ അനുഗമിക്കുക. ബൈബിൾ ആനുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യുദ്ധത്തിൽ ജയിക്കുന്നതിനായി സ്വന്തം മകനെ യാഗം കഴിച്ച രാജാവായിരുന്നു. വിച്ച് കിങ് ഓഫേർഡ് എ സൺ ആസ് ബേൺട്ട് ഓഫറിംഗ് to win the battle? Options: A. Mesha, B. Aram, C. Ahasiyav, D. Yehoram. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.